ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ പ്രൊഫസർ പി.ജെ. കുര്യൻ സാർ, അഭിവന്ദ്യനായ ഡോക്ടർ ഗീവറീസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത, അഭിവന്ദ്യനായ ഡോക്ടർ തോമസ് എബ്രഹാം തിരുമേനി, പ്രിയപ്പെട്ട ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ശ്രീ ആൻ്റണി MP, വേദിയിലുള്ള വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികളെ, ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, എന്നെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനേക്കാൾ നല്ലൊരു പണി എനിക്കിട്ട് വേറെ തരാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വളരെ മനോഹരമായി എന്താണ് ഷാജി എബ്രഹാം എഴുതിയ എബ്രഹാമിൻ്റെ 5-ാം സുവിശേഷം എന്നുള്ള പുസ്തകം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ കൃത്യമായിവിടെ പറഞ്ഞു. ഞാൻ അതൊന്നും ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല. നമുക്കറിയാം, വേദപുസ്തകത്തിലൂടെ പോകുമ്പോൾ 4 സുവിശേഷങ്ങളിലൂടെയും അപ്പോസ്തലന്മാരായ ആളുകൾ, വിവിധ രാജ്യക്കാരായ ആളുകൾക്ക് എഴുതിയ കത്തുകളിലൂടെയും ക്രിസ്തുവിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ശ്രമമാണ് നടന്നിരിക്കുന്നത്. വേദപുസ്തകം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും മനുഷ്യനെയും ഈ ഭൂമിയെയും ഇതിലെ മുഴുവൻ ചരാചരങ്ങളെയും നമ്മുടെ ജീവിതത്തെയും മുഴുവൻ സ്വാധീനിക്കുന്ന, അതിലേക്ക് പ്രകാശം പരത്തുന്ന ഒന്നാണ്. എത്രയെത്ര സൃഷ്ടികൾ സത്യത്തിൽ വേദപുസ്തകവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും. ലോക സാഹിത്യത്തിൽ തന്നെ അതിമനോഹരങ്ങളായ സൃഷ്ടികളുണ്ടായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ് എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചൊരു ചർച്ച ചെയ്തു. ആദമിൻ്റെയും ഹൗവയുടെയും പതനത്തെ സംബന്ധിച്ചൊരു ചർച്ച തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളുമായി കൂട്ടിയിണക്കി മിൽട്ടൺ പാരഡൈസ് ലോസ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ പുസ്തകം എഴുതി. ലോകത്തിലെ എഴുത്തുകാരെ, ലോകത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളെ, പ്രത്യയശാസ്ത്രങ്ങൾ രൂപപ്പെടുത്തിയ ആളുകളെ എല്ലാവരെയും യേശു സ്വാധീനിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി അടക്കം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗിരിപ്രഭാഷണങ്ങളായിരുന്നു. ആ ഗിരിപ്രഭാഷണങ്ങളായിരുന്നു നോൺ വയലൻസിലൂടെ എല്ലാം വന്നത്. അപ്പോൾ ഇതിൻ്റെ ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക, അത് വ്യത്യസ്തമായ തലങ്ങളിലൂടെ, വ്യത്യസ്തമായ വീക്ഷണകോണുകളിലൂടെ അത് പരിചയപ്പെടുത്തി തരിക. ശ്രീ ഷാജി എബ്രഹാം ശ്രമിച്ചിട്ടുള്ളത്, ചില സംശയങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകും സ്വാഭാവികമായി. ആ സംശയരഹിതമായി അത് തിരുത്തി തരികയാണ് ചെയ്യുന്നത്. ആ സാഹചര്യങ്ങളെ കുറേ കൂടി വിശദീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ആ സാഹചര്യങ്ങൾ വന്നത്, എന്തുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെ പറഞ്ഞത്, ആ വാക്കിൻ്റെ നാനാർത്ഥങ്ങൾ എന്താണ് എന്നുള്ള കൃത്യമായ വ്യാഖ്യാനമാണ്, ശരിയായ ഇൻ്റർപ്രട്ടേഷനാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഒരു നല്ല വാക്ക് പറഞ്ഞു. ഒരു പരിധിയും ഇടാതെ, ഒരു കോൺട്രവേഴ്സിയിലേക്കും പോകാതെ, ഒരു വിവാദത്തിലേക്കും പോകാതെ ഉള്ള കൃത്യമായ വ്യാഖ്യാനമാണ്. എവിടെയാണ് ആളുകൾ സംശയിക്കുന്നത്, ചില സ്ഥലങ്ങളിൽ, ആ സംശയിക്കപ്പെടുന്ന സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പീഡാനുഭവത്തിലൂടെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും, അദ്ദേഹത്തിന് ഇവിടെ പറഞ്ഞതുപോലെയുള്ള സ്ത്രീകളോടുള്ള ആ പ്രത്യേകമായ പരിഗണനയും ആ സ്ത്രീപക്ഷവാദവും ഉൾപ്പെടെ ജീവിതത്തോടുള്ള ആ സമീപനങ്ങൾ, ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, നിന്റെ രാജ്യം വരയണമേ എന്ന് പറഞ്ഞത് ഈ ഗലീല കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച വലിയൊരു പ്രയാണത്തിൻ്റെ ഒടുവിലാണ്. അത് നമ്മളെല്ലാം ഈ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്തത്. ഒരുപാട് ഇൻട്രാക്ഷൻസ് നടത്തി, ഒരുപാട് ആളുകളുമായി സംവദിച്ച്, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ്, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയ നിരന്തരമായ ഒരു പ്രക്രിയയുടെ പര്യവസാനമായി. ഓരോ കൺക്ലൂഷൻസ്, ഓരോ അവസാനങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ഇത് ഒരു കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജീവിതം മുഴുവൻ ക്രിസ്തുവിന് സമർപ്പിച്ചിട്ടുള്ള ഒരാൾക്ക്, വേദപുസ്തകത്തിലൂടെ നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരാൾക്ക്, വേദപുസ്തകം എപ്പോഴും പിന്തുടരുന്ന ഒരാൾക്ക്, ആ മനുഷ്യൻ്റെ അചഞ്ചലമായ യേശുവിലുള്ള പ്രഖ്യാപനം കൂടിയാണ് ഈ പുസ്തകം എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇത് പറയണമെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും എഴുതണമെങ്കിലും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകണം,
ഉണ്ടാകാതെ അത് എഴുതാൻ പറ്റില്ല. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ തീർച്ചയായിട്ടും ഈ പുസ്തകം എഴുതുമ്പോൾ ഷാജി എബ്രഹാമിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. തുടക്കം മുതൽ അവസാനം വരെ ഇതെല്ലാം ഓരോ സൃഷ്ടികളാണ്. ഞാനെപ്പോഴും പറയും, ലോകത്തിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ കലാസൃഷ്ടിയും ഏറ്റവും വലിയ സൃഷ്ടിയും മനുഷ്യനാണ്. ദൈവം സൃഷ്ടിച്ചാണ്. ഇതിനേക്കാൾ വലിയൊരു സൃഷ്ടി ദൈവത്തിന് പോലും അതുപോലെ ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്താ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കുക. സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും കന്നുകാലികളിന്മേലും ഈ സർവഭൂമിയിന്മേലും ഈ ഭൂമിയിൽ ഇഴയുന്ന സർവ ഇഴജന്തുക്കളിന്മേലും വാഴുക എന്ന് പറഞ്ഞു, അല്ലേ? എന്നിട്ടാണ് മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചത്, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത്. എന്നിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്നാണ്. അതാണ് ഏറ്റവും വലിയ സൃഷ്ടികർമ്മം. ആ മനുഷ്യനാണ് പിന്നീട് കലയും സാഹിത്യവും സംഗീതവും ജീവിതവും സമൂഹവുമെല്ലാം സൃഷ്ടിച്ചത്. ആദ്യത്തെ സൃഷ്ടിയിൽ നിന്നാണ് ഈ മുഴുവൻ സൃഷ്ടിയും ഉണ്ടാകുന്നത്. ആ സൃഷ്ടിയൊന്ന് പതറിയപ്പോൾ, പാപം ചെയ്തപ്പോൾ പറയല്ലോ ആദ്യത്തെ വാചകം, ആദം നീ എവിടെയാകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാനത് നോക്കിക്കാണുന്നത്, എപ്പോഴും ഞാൻ പറയും, അത് ഞാൻ നോക്കിക്കാണുന്നത്, അത് ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആളെ വിളിക്കുകയാണ്, ആദം നീ എവിടെയാകുന്നു എന്ന്. അതൊരു പാരൻ്റൽ കെയറാണ്. നമ്മുടെ രക്ഷകർത്താക്കൾ പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുമ്പോൾ നമ്മളൊരു വിളിയുണ്ട്, നീ എവിടെയാണ്? നീ പല ഇതിൽ വിളിക്കും, പല ടോണിൽ വിളിക്കും. നീ എവിടെയാ? വേണ്ടാത്തടുത്ത് പോവാണോ? നീ എവിടെയാ? ഇപ്പോൾ വരില്ലേ വേഗം എന്നുള്ളൊരു കരുതലുണ്ട് വീട്ടിലിരിക്കുന്നവർക്ക്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ എന്നതുപോലെ ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. അത് ആദത്തിനെ മാത്രമല്ല ദൈവം വിളിച്ചത്, നമ്മളെ എല്ലാവരെയും ദൈവം വിളിച്ചിട്ടുണ്ട്, അല്ലേ? ദൈവം വിളിക്കുന്നുമുണ്ട്. ആ വിളിയാണ്, ആ വിളി നമ്മൾ കരുതലുണ്ട്, നമ്മളെ നോക്കാൻ ഒരാളുണ്ട്. നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ ദൈവഭയമുള്ളവരായി വളരണം എന്ന് അമ്മമാരെന്തിനാ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? കാരണം ദൈവം, നീ ചെയ്യുന്നതെല്ലാം ദൈവം നോക്കിക്കാണുന്നുണ്ട്, അല്ലേ? ആ നോക്കിക്കാണുമ്പോൾ നീ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് അമ്മമാർ പഠിപ്പിക്കുന്നത്. ആ ഒരു കൃപയും സ്നേഹവും കരുണയും കരുതലും അതാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നത്. അതിലൂടെയാണ് സൃഷ്ടികൾ ഉണ്ടായത്, കഥകൾ ഉണ്ടായത്, നോവലുകൾ ഉണ്ടായത്, വലിയ ലോക ക്ലാസിക്കുകൾ എല്ലാം ഉണ്ടായത് അതിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. ഞാൻ ചോദിക്കുന്നു, ദാവൂദിൻ്റെ സങ്കീർത്തനത്തെക്കാൾ വലിയൊരു കാവ്യരൂപം ലോകത്ത് എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? അതിനേക്കാൾ വലിയ കവിത വേറെ ഏതെയാണ്? എന്തൊരാശ്വാസവും പ്രത്യാശയും ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നതാണ് സങ്കീർത്തനങ്ങൾ. അപ്പോൾ അതിനെ വ്യാഖ്യാനിക്കുകയും ഇനിയും വ്യാഖ്യാനിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യും, അല്ലേ? ജീവിതത്തിലേക്ക് പ്രകാശമാണ് വരുത്തുന്നത്. ഈ വായന എന്ന് പറയുന്നത്, വേദപുസ്തകത്തിൻ്റെ വായനയും വ്യാഖ്യാനങ്ങളും എല്ലാം നമ്മൾ കൂടുതൽ പ്രകാശമാണ് തരുന്നത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഭൂമി ആദ്യം സൃഷ്ടിച്ചപ്പോൾ ഇതാണ്, വെളിച്ചം ഉണ്ടായിരുന്നില്ല, ഇരുട്ടായിരുന്നു. ആദിയിൽ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ചപ്പോൾ ഇരുട്ടായിരുന്നു, ഭൂമിയിൽ ഇരുളായിരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളായിരുന്നു, വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. അനന്തരമാണ് ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചത്. അങ്ങനെയാണ് വെളിച്ചം ഉണ്ടായത്. ആ വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. പിന്നെ അതിനെ ഇരുളും പകലുമാക്കി. ഇരുളിനെ രാത്രിയെന്നും വെളിച്ചത്തെ പകലെന്നും ദൈവം വേർതിരിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്, ഒന്നാമത്തെ ദിവസത്തെക്കുറിച്ചാണ്. പിന്നെ ഉഷസ്സും സന്ധ്യയും ഉണ്ടായി. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക്, ഇരുട്ട് നിറഞ്ഞ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പ്രകാശം കൊണ്ടുവരികയാണ്. പ്രകാശം ദൈവം അതാണ് ചെയ്യുന്നത്, യേശു അതാണ് ചെയ്യുന്നത്. നമ്മളെ പ്രകാശിപ്പിക്കുകയാണ്, നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടു നീക്കി പ്രകാശിപ്പിക്കുകയാണ്, നമ്മുടെ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുകയാണ്. ആകയാൽ നീ സൂക്ഷിച്ചു നടക്കുക, അജ്ഞാനിയെ പോലെയല്ല ജ്ഞാനിയെ പോലെ നടക്കുക എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ, അല്ലേ, പറയുന്നത്. ജ്ഞാനിയെ പോലെ, അറിവുള്ളവനായി നടക്കുക, അറിവില്ലാത്തവനായി നടക്കരുത്. സൂക്ഷിച്ച് നടക്കുക, ഓരോ പാദങ്ങളും സൂക്ഷിച്ചു വയ്ക്കുക മുമ്പോട്ട്. പിന്നെ ഇവിടെ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞൊരു പോയിട്ട് വളരെ നന്നായി ശ്രീ ഷാജി എബ്രഹാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതിനേക്കാൾ വലിയ അഷ്വറൻസ് എന്താ? അതിനേക്കാൾ വലിയ ഉറപ്പെന്താണ് നമുക്ക് തരുന്നത്? ഇപ്പോൾ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ദൈവം കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ടാണ് മോശെ പ്രവാചകനോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നീ എൻ്റെ ഇസ്രായേലുകാരായ എൻ്റെ മക്കളെ മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരിക അല്ലേ? ഫറവോൻ്റെ അടുക്കൽ പോവുക അതിനായി. അപ്പോൾ ഫറവോൻ്റെ അടുക്കൽ പോകാനും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരാനും ഞാൻ എന്തുമാത്രമുണ്ട്, എനിക്കതിന് പറ്റുമോ എന്നാണ് മോശ ചോദിക്കുന്നത്. അതിനുള്ള മറുപടി എന്താ? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ നിനക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ അഷ്വറൻസ് നമുക്ക് നൽകുന്ന അഷ്വറൻസാണ്. എന്നിട്ട് പോവാണ്. പോയി കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് സാധ്യമാകും. ആ ഒരു വിശ്വാസമാണ്, അചഞ്ചലമായ ഒരു വിശ്വാസമാണ്. അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ആ വിശ്വാസമാണ് നമ്മളെ കനപ്പെടുത്തുന്നത്. ഇത് എല്ലാം ഇവിടെ പറഞ്ഞതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. വിവിധ ഭാഗങ്ങളിൽ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ സ്ത്രീകളോടുള്ള കാര്യങ്ങൾ പറഞ്ഞു. സത്യത്തിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നത് ആദ്യം അല്ലേ? കല്യാണ വീട്ടിലെ വീഞ്ഞ് തികയാതെ വന്നപ്പോൾ, വീഞ്ഞില്ലാതെ വന്നപ്പോൾ വെള്ളം വീഞ്ഞാക്കി മാറ്റി അമ്മയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകളോടുള്ള പ്രത്യേകമായ പരിഗണന ഇവിടെ പറഞ്ഞു. 18 വർഷം കൂനുണ്ടായിരുന്ന ഒരു സ്ത്രീയെ കൂന് നിവർത്തിയത് ശബത്ത് ദിവസമാണ്. വലിയ വിമർശനങ്ങളുണ്ടായി. ആ വിമർശനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ശബത്ത് ദിവസം ആണ് ഈ കാരുണ്യ പ്രവൃത്തി ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ ദുർനടപ്പുകാരിയെ കൊണ്ടുവന്ന് എല്ലാവരും കല്ലെറിയാൻ കൈധരിച്ച് നിൽക്കുമ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ആരാണ് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആരാണ് ആദ്യം കണ്ടത്? ശിഷ്യന്മാരല്ല, സ്ത്രീകളാ കണ്ടത് അല്ലേ? സ്ത്രീകളാണ് ആദ്യം കണ്ടത്. നമ്മുടെ TJS ജോർജിൻ്റെ മകൻ G. തയ്യിൽ എഴുതിയ അതിമനോഹരമായൊരു പുസ്തകമുണ്ട്, നെയിംസ് ഓഫ് ദ വിമൻ. ബൈബിളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ഒക്കെ ചെയ്ത സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ഈ ക്രൂസിഫൈ ചെയ്യുന്നൊരു വല്ലാത്തൊരിതാണ്. ശരിക്കും പറഞ്ഞാൽ അത് അതിമനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കുരിശുമരണം ശരിക്കും നമ്മുടെ കൈകളിൽ ഇങ്ങനെ നെയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും, ആണി തറയ്ക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നതിന്. സ്ത്രീകളാണ് അത് കാണുന്നത്, അവരോടാണ് പറയുന്നത് അല്ലേ? ശിഷ്യന്മാർ പോയിട്ടുള്ള കഥ പറയുന്നത്. അപ്പം അതിനെ എല്ലാമുള്ള വളരെ വിശദമായി ഞാൻ ഇത് ഇത്രയും പെട്ടെന്ന് എഴുതി തീർത്തു എന്ന് പറയുന്നത് ഒരു വിസ്മയമാണ് സത്യത്തിൽ. അദ്ദേഹം അതിൻ്റെ ഒരു കാലയളവിനെ കുറിച്ച് പറയുന്നുണ്ട്. ദീർഘമായ കാലയളവൊന്നും അല്ല. സാധാരണ ഇത്തരം വളരെ വിശദമായൊരു പുസ്തകം എഴുതി തീരാൻ 5-10 വർഷം എടുത്താലും അത്ഭുതപ്പെടാനില്ലാത്തതാണ്. അത്ര വിശദമായിട്ടാണ് ഓരോ ഘട്ടങ്ങളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരുപാട് പേര്, തിരുവേനിമാരടക്കം ഒരുപാട് പേരോട് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നു. ഞാൻ ഷാജി എബ്രഹാമിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതൊരു നല്ല പേരിട്ട് 5ാമത്തെ സുവിശേഷം എന്ന് പേരിട്ടത് ആ 4 സുവിശേഷത്തിലൂടെയുള്ള വലിയൊരു യാത്ര. ആ യാത്ര അതിലൂടെ അതിനെ കൂടുതൽ വിശകലനം ചെയ്ത് കൂടുതൽ വ്യാഖ്യാനിച്ച് കൃത്യമായ തലത്തിലേക്ക് ഒരു ആദ്യം മുതൽ ആദ്യാവസാനം ഒരു കൃത്യമായ ഒരു ത്രെഡുണ്ട് ഈ പുസ്തകത്തിൽ. ആദ്യാവസാനം ആ കൃത്യമായ ത്രെഡ്. മനോഹരമായ തിരുവേനി അടക്കം എഴുതിയ മനോഹരമായ ചില ആമുഖങ്ങളുണ്ട്. ആ ആമുഖങ്ങളും ഈ പുസ്തകത്തെ നന്നായി പരിചയപ്പെടുത്തുന്നു. ഞാൻ ഷാജി എബ്രഹാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എബ്രഹാമിൻ്റെ 5ാം സുവിശേഷം എന്ന ഈ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ദൈവാനുഗ്രഹത്തോടെ പ്രകാശനം ചെയ്യുന്നതായി അറിയിക്കും. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവറുകൾ എബ്രഹാമിൻ്റെ 5ാം സുവിശേഷം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ആദരണീയനായ CM വർഗീസ് അച്ഛനാണ്. ശ്രീമൻ ഷാജി എബ്രഹാമിൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ 25ാമത് വർഷത്തിലാണ്. ഒരു സമർപ്പണം, തൻ്റെ സഹധർമ്മിണിക്കുള്ള സമർപ്പണമായിട്ടാണ് എബ്രഹാമിൻ്റെ 5ാം സുവിശേഷം എന്നുള്ള പുസ്തകം രചിച്ചിരിക്കുന്നത്. വിവാഹ ജീവിതത്തിൻ്റെ 25ാമത് വർഷം
സിൽവർ ജൂബിലിയുടേതായിട്ടുള്ള എല്ലാ മംഗള ആശംസകളും ശ്രീമൻ ഷാജി എബ്രാഹിമിനും ലൗലി മാത്യുവിനും നേരുന്നു.